ബാഹുബലിക്ക് മുമ്പ് തന്നെ ഡാർലിംഗ്, മിസ്റ്റർ പെർഫെക്റ്റ്, മിർച്ചി തുടങ്ങിയ ചിത്രങ്ങളിലൂടെ പ്രഭാസ് തെലുങ്കിലെ ഒരു പ്രമുഖ താരമായിരുന്നു. എന്നാൽ സംവിധായകൻ എസ് രാജമൗലിയുടെ ദീർഘവീക്ഷണമാണ് അദ്ദേഹത്തെ ഒരു തെലുങ്ക് നായകനിൽ നിന്ന് ഒരു ദേശീയ സിനിമാ പ്രതിഭാസമാക്കി മാറ്റിയത്. രാജമൗലി പ്രഭാസിനെ വെറുതെ കാസ്റ്റ് ചെയ്യുകയല്ല ചെയ്തത്, മറിച്ച് ഹി റീഇൻവെന്റഡ് പ്രഭാസ്. ഏകദേശം 5 വർഷത്തെ കമ്മിറ്റ്മെന്റ്, കഠിനമായ ശാരീരിക മാറ്റങ്ങൾ, ആയോധന കലയിലെ പരിശീലനം, അച്ചടക്കമുള്ള സ്ക്രീൻ സാന്നിധ്യം എന്നിവ ബാഹുബലി എന്ന പ്രോജക്റ്റ് ആവശ്യപ്പെട്ടിരുന്നു. രാജമൗലി കെയർഫുള്ളി കൺസ്ട്രക്റ്റഡ് പ്രഭാസസ് ഇമേജ് ആസ് എൻ വെത്തിക് വാരിയർ, സ്റ്റോയിക്, ഹീറോയിക് ആൻഡ് ഇമോഷണലി റെസനന്റ്. സംവിധായകന്റെ സൂക്ഷ്മമായ വേൾഡ് ബിൽഡിംഗ്, പ്രഭാസിന്റെ അർപ്പണബോധവും ചേർന്ന് ഭാഷാ അതിർവരമ്പുകൾ ഭേദിക്കുന്ന ഒരു കഥാപാത്രത്തെ സൃഷ്ടിച്ചു. ബാഹുബലി ദ ബിഗിനിംഗ്, ബാഹുബലി ദ കൺക്ലൂഷൻ എന്നീ ചിത്രങ്ങൾ ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ തകർത്തപ്പോൾ പ്രഭാസ് ഒരു തെലുങ്ക് സൂപ്പർ സ്റ്റാർ എന്നതിലുപരി ഇന്ത്യയുടെ ആദ്യത്തെ യഥാർത്ഥ ആധുനിക പാൻ ഇന്ത്യൻ ഹീറോയായി ഉദിച്ചുയർന്നു. വിവിധ ദേശങ്ങളിലെ പ്രേക്ഷകർ അദ്ദേഹത്തെ ഒരു ഇതിഹാസ തുല്യമായ രൂപമായി അംഗീകരിച്ചു. ഈ പ്രശസ്തി പിന്നീട് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ കരുത്തും അതോടൊപ്പം തന്നെ വലിയ ഒരു ഭാരവുമായി മാറി. 2017 ശേഷം പ്രഭാസ് നേരിട്ട അസാധാരണമായ ആ വൈരുദ്ധ്യം വളരെ കുറച്ച് നടന്മാർ മാത്രമേ അഭിമുഖീകരിച്ചിട്ടുണ്ടാകൂ. വർഷങ്ങളുടെ ചിട്ടയായ ആസൂത്രണത്തിലൂടെയും ദീർഘവീക്ഷണത്തോടെയുള്ള സംവിധാനത്തിലൂടെയും പിറന്ന ഒരു സിനിമാ നാഴികക്കല്ലിനെ വീണ്ടും ആവർത്തിക്കുക എന്ന വലിയ ഒരു ബാധ്യത ഓരോ പുതിയ പ്രോജക്റ്റും വഹിക്കേണ്ടി വന്നു. ഓരോ ചിത്രവും ബാഹുബലിയുമായി താരതമ്യപ്പെടുത്തിയാണ് വിലയിരുത്തപ്പെട്ടത്. ആൻഡ് പെർഹാപ്സ് ഇന്നവിറ്റബിളി ദ ഫസ്റ്റ് ക്രാക്സ് ബിഗാൻ ടു ഷോ. 2019 റിലീസ് ചെയ്ത സാഹോ മുമ്പെങ്ങുമില്ലാത്ത ഹൈപ്പോടെയാണെത്തിയത്. വൻ ബജറ്റിൽ ഒരുങ്ങിയതും ഒരു ആഗോള ആക്ഷൻ വിരുന്നായി വിപണനം ചെയ്യപ്പെട്ടതുമായ ഈ ചിത്രം പ്രഭാസിന്റെ പാൻ ഇന്ത്യൻ പദവിയുടെ സ്വാഭാവിക പിൻഗാമിയായിട്ടാണ് അവതരിപ്പിക്കപ്പെട്ടത്. ആദ്യ വാരാന്ത്യത്തിൽ അദ്ദേഹത്തിന്റെ താരമൂല്യം തെളിയിക്കപ്പെട്ടു. തിയേറ്ററുകൾ നിറഞ്ഞുകവിഞ്ഞു. പ്രേക്ഷകരുടെ ആകാംക്ഷയും വലുതായിരുന്നു. എന്നാൽ ആ ആവേശം പെട്ടെന്ന് തന്നെ കെട്ടടങ്ങി. സങ്കീർണവും ആശയക്കുഴപ്പമുണ്ടാക്കുന്നതുമായ തിരക്കഥയും വൈകാരികമായ ആഴമില്ലായ്മയും ചിത്രത്തെ ബാധിച്ചു. കഥ പറയുന്നതിനേക്കാൾ ദൃശ്യഭംഗിക്കായിരുന്നു ചിത്രം പ്രാധാന്യം നൽകിയത്. ഹിന്ദി വിപണിയിലെ പ്രകടനം സാമ്പത്തിക തകർച്ചയുടെ ആഘാതം കുറച്ചെങ്കിലും പ്രഭാസിന്റെ പ്രോജക്റ്റുകൾ ഗുണമേന്മയ്ക്കാണോ ആഡംബരത്തിനാണോ മുൻഗണന നൽകുന്നത് എന്നതിനെക്കുറിച്ച് ചർച്ചകൾക്കത് വഴിവെച്ചു. ആക്ഷൻ സിനിമകളിൽ തന്നെ ഉറച്ചു നിൽക്കുന്നതിനു പകരം രാധേശ്യാം എന്ന പ്രണയകഥയിലൂടെ പ്രഭാസ് ഒരു ചുവടുമാറ്റം നടത്തി. ഇതൊരു പരീക്ഷണമായിരുന്നു. മാസ് ഹീറോയിസത്തിനു പകരം വിധിയിലും വൈകാരികമായ അരക്ഷിതാവസ്ഥയിലും ഊന്നിയ ഒരു പീരിയഡ് പ്രണയകഥ. പ്രഭാസും പൂജ ഹെഗ്ഡെയും മികച്ച കെമിസ്ട്രി കാഴ്ചവെച്ചു. ചിത്രം ദൃശ്യപരമായി മികച്ചു നിന്നു. എങ്കിലും പ്രഭാസിനെ കരുത്തുറ്റ ആക്ഷൻ സംഘങ്ങളിലും വീരസാഹസികങ്ങളിലും കാണാൻ ആഗ്രഹിച്ചിരുന്ന വലിയ ഒരു വിഭാഗം ആരാധകരെ ഈ ചിത്രത്തിലെ ആക്ഷൻ രംഗങ്ങളുടെ അഭാവം നിരാശപ്പെടുത്തി. ബോക്സ് ഓഫീസിൽ ചിത്രം പ്രതീക്ഷിച്ച വിജയം നേടിയില്ല. ലോകമെമ്പാടുമായി ഏകദേശം 140 കോടിയിൽ താഴെ രൂപ മാത്രമേ ചിത്രത്തിന് നേടാൻ കഴിഞ്ഞെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. നിർമ്മാണ ചെലവ് തിരിച്ചുപിടിക്കാൻ ചിത്രം കഷ്ടപ്പെട്ടു. ബാഹുബലിക്ക് ശേഷം ആദ്യമായി പ്രേക്ഷകരുടെ പ്രതീക്ഷകളുമായി പൊരുത്തപ്പെടാൻ പ്രഭാസിന് കഴിയുന്നില്ല എന്നൊരു തോന്നൽ ഇതോടെ ഉടലെടുത്തു. അടുത്ത നീക്കമെന്ന നിലയിൽ പ്രഭാസ് ഒരിക്കൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച അതേ ഫോർമുലയിലേക്ക് തന്നെ മടങ്ങിപ്പോയി. ഒരു പുരാണ ആക്ഷൻ ഡ്രാമ. ഇത്തവണ അദ്ദേഹം സാക്ഷാൽ ശ്രീരാമന്റെ വേഷമാണ് അണിഞ്ഞത്. ഓം റൌത്ത് സംവിധാനം ചെയ്ത ആദിപുരുഷ് ബാഹുബലിക്ക് ശേഷമുള്ള തന്റെ പ്രതാപം വീണ്ടെടുക്കാനുള്ള ഒരു വലിയ തിരിച്ചുവരവായിട്ടാണ് വിഭാവനം ചെയ്തത്. 500 കോടി രൂപയുടെ വമ്പൻ ബജറ്റിൽ കാലത്തിനെ വിലംവെച്ചുന്ന രാമായണത്തെ ആസ്പദമാക്കി ഒരുങ്ങിയ ഈ ചിത്രത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ വളരെ വലുതായിരുന്നു. എസ് രാജമൗലി ബാഹുബലിയിലൂടെ പ്രഭാസിനെ ഒരു പുരാണ ഇതിഹാസത്തിന്റെ ഗാംഭീര്യവും വൈകാരിക ആഴവും നൽകി അദ്ദേഹത്തെ ഒരു ദൈവീക സാന്നിധ്യമാക്കി മാറ്റിയപ്പോൾ ആ മാന്ത്രികത പുനരുദ്ധരിക്കാൻ ഓം റൌത്ത് കഷ്ടപ്പെട്ടു. അവസാനം പ്രേക്ഷകർ ആഗ്രഹിച്ച ചലച്ചിത്ര അനുഭവത്തെ അദ്ദേഹം പരാജയപ്പെടുത്തി. ഒരു ഗംഭീര തിരിച്ചുവരവിന് പകരം സമീപകാല ഇന്ത്യൻ സിനിമ കണ്ട ഏറ്റവും വലിയ വിമർശനങ്ങൾക്കും ചർച്ചകൾക്കുമാണ് ആദിപുരുഷ് വഴിവെച്ചത്. പ്രതീക്ഷയ്ക്ക് ഒത്തുയരാത്ത വിഷ്വൽ ഇഫക്റ്റുകളും തമാശയായി തോന്നിയ സംഭാഷണങ്ങളും കഥ പറയുന്നതിലെ വൈരുദ്ധ്യങ്ങളും ചിത്രത്തെ തളർത്തി. സോഷ്യൽ മീഡിയയിലെ വലിയ തോതിലുള്ള പ്രതികരണങ്ങൾ ഈ തിരിച്ചടിയുടെ ആക്കം കൂട്ടി. പ്രഭാസിന്റെ കരിയറിനെക്കുറിച്ചുള്ള ചർച്ചകൾ പരീക്ഷണങ്ങൾ എന്നതിൽ നിന്ന് തിരഞ്ഞെടുപ്പുകളിലെ സ്ഥിരതയില്ലായ്മ എന്നതിലേക്ക് മാറി. തുടർച്ചയായ 2 പരാജയങ്ങൾക്ക് ശേഷം പ്രഭാസ് ഒരു നിർണായക ഘട്ടത്തിലെത്തി.
അദ്ദേഹത്തിന്റെ പാൻ ഇന്ത്യൻ താരപരിവേഷം നിലനിൽക്കുമ്പോഴും ഒരു വമ്പൻ ഹിറ്റ് നൽകേണ്ടത് അനിവാര്യമായി മാറി. ആ നിർണായക നിമിഷത്തിലാണ് KGF എന്ന തരംഗത്തിന് ശേഷം രാജ്യവ്യാപകമായി ശ്രദ്ധിക്കപ്പെട്ട ഒരു കന്നഡ സംവിധായകൻ പ്രഭാസിനൊരു കച്ചിത്തുരുമ്പായി മാറുന്നത്. പ്രശാന്ത് നീലുമായുള്ള സഹകരണം ഒരു ഗ്രിട്ടി റീസെറ്റ് വാഗ്ദാനം ചെയ്തു. പ്രഭാസിനെ ആരാധകർ കാണാൻ ആഗ്രഹിച്ചിരുന്ന ആ അമാനുഷിക ആക്ഷൻ രംഗങ്ങളിലേക്ക് തിരിച്ചു കയറ്റാനുള്ള ഒരു അവസരമായിരുന്നു അത്. മറ്റൊരു വലിയ ചിത്രവുമായി ബോക്സ് ഓഫീസിൽ ഏറ്റുമുട്ടിയിട്ടും 600 കോടിയിലധികം രൂപ ലോകമെമ്പാടും നേടി സലാർ ഒരു വലിയ വിജയമായി മാറി. ശരിയായ ജോണറും വ്യക്തമായ കഥ പറയുന്നതുമുണ്ടെങ്കിൽ പ്രഭാസിന്റെ താരമൂല്യം ഇന്നും സുരക്ഷിതമാണെന്ന് ആരാധകർക്കും സിനിമാ നിരീക്ഷകർക്കും സലാർ തെളിയിച്ചു കൊടുത്തു. എങ്കിലും ഈ വിജയം ഒരു സൂക്ഷ്മമായ ചോദ്യം അവശേഷിപ്പിച്ചു. പ്രഭാസ് ഒരു പ്രത്യേക തരം സിനിമാ ചട്ടക്കൂടിനുള്ളിൽ മാത്രമേ ശോഭിക്കൂ എന്നുണ്ടോ? സമീപകാലത്തെ പ്രഭാസ് ഒരു പ്രതിസന്ധിയിലകപ്പെട്ടതുപോലെ തോന്നും. പ്രേക്ഷകർ തന്നിൽ നിന്ന് അമാനുഷിക കഥാപാത്രങ്ങൾ മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ എന്നൊരു വിശ്വാസം അദ്ദേഹത്തെ ബാധിച്ചിരിക്കുന്നു. പാൻ ഇന്ത്യൻ ഇതിഹാസ ചിത്രങ്ങളുടെ ഭാഗമാകാനുള്ള ഈ സമ്മർദ്ദം സ്വയം മാറാനോ പരീക്ഷിക്കാനോ ഉള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹത്തേക്കാൾ വരിഞ്ഞു മുറുക്കുന്നു. ആരാധകരുടെ പ്രതീക്ഷകളെ തൃപ്തിപ്പെടുത്താനുള്ള ശ്രമം കഥ പറയുന്നതിലെ നുദിനത്തെ ഇല്ലാതാക്കുമ്പോൾ ഏതൊരു നടനും വളർച്ച മുരടും. അഭിനയത്തിന് പ്രാധാന്യമുള്ള ചെറിയ സിനിമകൾക്ക് പകരം അദ്ദേഹം വീണ്ടും വമ്പൻ പാൻ ഇന്ത്യൻ പ്രോജക്റ്റുകളെ തന്നെയാണ് ആശ്രയിച്ചത്. നാഗ് അശ്വിൻ സംവിധാനം ചെയ്ത കൽക്കി 2089 AD എന്ന സയൻസ് ഫിക്ഷൻ ചിത്രം പ്രഭാസിന്റെ ബോക്സ് ഓഫീസ് കരുത്ത് ഒരിക്കൽ കൂടി തെളിയിച്ചു. സാമ്പത്തികമായി ചിത്രം വലിയ വിജയമായെങ്കിലും പ്രഭാസിന്റെ പ്രകടനത്തെക്കുറിച്ച് മിശ്ര അഭിപ്രായങ്ങളാണ് ഉയർന്നത്. അദ്ദേഹത്തിന്റെ ശാരീരിക സാന്നിധ്യത്തെ ചിലർ പ്രശംസിച്ചപ്പോൾ അഭിനയത്തിൽ ഒരുതരം മടുപ്പ് അനുഭവപ്പെട്ടെന്നും ചിത്രത്തിലെ കോമഡി രംഗങ്ങൾ കല്ലുകടിയായി തോന്നിയെന്നും വിമർശനമുയർന്നു. അമിതാഭ് ബച്ചന്റെ പവർ ഹൗസ് പ്രകടനത്തിന് മുന്നിൽ പ്രഭാസ് പലപ്പോഴും നിഷ്പ്രഭനായിപ്പോയി. മികച്ച അഭിനേതാക്കളും ദീർഘവീക്ഷണമുള്ള ഒരു സംവിധായകനും ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ സിനിമയിൽ പ്രഭാസിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത് എന്നാണ് ഞാൻ കരുതുന്നത്. തുടർച്ചയായ സൂപ്പർ ഹിറ്റുകൾക്ക് ശേഷം പ്രഭാസിന്റെ അടുത്ത ചിത്രത്തിനായി ആരാധകർ വലിയ പ്രതീക്ഷയോടെയാണ് കാത്തിരുന്നത്. യഥാർത്ഥത്തിൽ ദ രാജാ സാബ് പ്രഭാസിന്റെ കരിയറിലെ മറ്റൊരു വലിയ ഭാരമേറിയ പാൻ ഇന്ത്യൻ ചിത്രമായിട്ടായിരുന്നില്ല വിഭാവനം ചെയ്യപ്പെട്ടത്. താരത്തിനും പ്രേക്ഷകർക്കും ശാരീരികമായി ആയാസമില്ലാത്ത ഒരു മാറ്റം നൽകുന്നതിനായി ലളിതമായ ഒരു ഹൊറർ കോമഡി പരീക്ഷണമായിട്ടാണ് ഇത് തുടങ്ങിയത്. വർഷങ്ങളോളം വലിയ ബജറ്റ് സിനിമകൾക്കായി ചെലവഴിക്കുന്ന പ്രഭാസിന് ഏകദേശം 80 ദിവസത്തെ ഷൂട്ടിങ്ങിലൂടെ പൂർത്തിയാക്കാവുന്ന ഒരു കൊച്ചു ചിത്രമെന്ന നിലയിലാണ് ഇതിനെ കണ്ടത്. എന്നാൽ സിനിമയുടെ നിർമ്മാണം പുരോഗമിച്ചപ്പോൾ അതിൻ്റെ വ്യാപ്തി പ്രാരംഭഘട്ടത്തേക്കാൾ വളരെ അധികം വർദ്ധിച്ചു. ലളിതമായ ഒരു സിനിമ അവസാനം 400 കോടിയിലധികം ബജറ്റുള്ള ഒരു വലിയ പ്രോജക്റ്റായി മാറി. KGF, ആനിമൽ തുടങ്ങിയ സിനിമകൾ ഇതിലും കുറഞ്ഞ ബജറ്റിൽ കൂടുതൽ ഗാംഭീര്യത്തോടെ സ്ക്രീനിൽ വന്നപ്പോൾ ദ രാജാ സാബ് ഇത്രയും വലിയ ബജറ്റിലും കാഴ്ചയിൽ നിലവാരമില്ലാത്തതായി തോന്നിപ്പിച്ചത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചു. തമാശയില്ലാത്ത തമാശകളും അനാവശ്യ കഥാപാത്രങ്ങളും പ്രണയരംഗങ്ങളും ചിത്രത്തിന് വലിയ ഭാരമായി. പ്രഭാസ്, സഞ്ജയ് ദത്ത്, വരീന വഹാബ് എന്നിവർ തമ്മിലുള്ള പ്രധാന കഥാതന്തുവിനെ വികസിപ്പിക്കുന്നതിന് പകരം അനാവശ്യമായ ഫില്ലർ രംഗങ്ങൾക്കാണ് തിരക്കഥ പ്രാധാന്യം നൽകിയത്. ഇത് സിനിമയുടെ വൈകാരികമായ ആഴത്തെ കുറച്ചു. ബോഡി ഡബിളുകളുടെയും ഡിജിറ്റൽ ഫേസ് റീപ്ലേസ്മെന്റിന്റെയും അമിതമായ ഉപയോഗമായിരുന്നു മറ്റൊരു പ്രധാന ആക്ഷേപം. പ്രഭാസിന്റെ സാധാരണ ചലനങ്ങളും ഡാൻസ് സ്റ്റെപ്പുകളും എല്ലാം ഇത്തരത്തിൽ കൃത്രിമമായി തോന്നിപ്പിച്ചത് പ്രേക്ഷകരെ സിനിമയിൽ നിന്നകറ്റി. പ്രായം കൂടുന്ന താരങ്ങൾ ഇത്തരത്തിൽ ബോഡി ഡബിളുകളെ ഉപയോഗിക്കാറുണ്ടെങ്കിലും ഈ സിനിമയിൽ അത് വളരെ പ്രകടമായിരുന്നു. ഇത് സിനിമയുടെ നിർമ്മാണത്തിലെ ശ്രദ്ധക്കുറവായിട്ടാണ് ആരാധകരും വിമർശകരും വിലയിരുത്തിയത്. സംവിധായകരുടെ പുരാതന വിജയങ്ങളെക്കാൾ അദ്ദേഹം അവരുടെ വ്യക്തിപരമായ സൗഹൃദത്തിന് നൽകുന്ന മുൻഗണനയാണ് പ്രഭാസിന്റെ കരിയറിലെ ഒരു പോരായ്മയായി പലരും കാണുന്നത്. മിഡ് ബജറ്റ് സിനിമകൾ മാത്രം ചെയ്ത സംവിധായകൻ മാരുതിക്ക് രാജാ സാബ് പോലെയുള്ള ഒരു വലിയ പ്രോജക്റ്റ് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. നാഗ് അശ്വിൻ അല്ലെങ്കിൽ പ്രശാന്ത് നീൽ തുടങ്ങിയ ദീർഘവീക്ഷണമുള്ള സംവിധായകരുമായി പ്രവർത്തിക്കുമ്പോൾ മാത്രമേ പ്രഭാസിന് മികച്ച ഫലങ്ങൾ ലഭിക്കുന്നുള്ളൂ. ബാഹുബലി സൃഷ്ടിച്ച അമിതമായ പ്രതീക്ഷകളാണ് പ്രഭാസ് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയെന്ന് വിശ്വസിക്കുന്നു. എല്ലാ ചിത്രത്തിലും അദ്ദേഹം ശാരീരികവും വൈകാരികവുമായി ആ ഒരു ഗാംഭീര്യം നിലനിർത്തണം എന്ന് പ്രേക്ഷകർ ആഗ്രഹിക്കുന്നു. കൂടാതെ കഠിനമായ ആക്ഷൻ രംഗങ്ങളും ശാരീരിക മാറ്റങ്ങളും അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെ ബാധിച്ചതായും മുട്ടുവേദനയും ക്ഷീണവും പ്രകടമാണെന്ന് റിപ്പോർട്ടുകളുണ്ട്. ഇത് എത്രത്തോളം അദ്ദേഹത്തിന്റെ പ്രകടനത്തെ ബാധിക്കുന്നു എന്നത് വ്യക്തിപരമായ കാര്യമാണെങ്കിലും പൊതുസമൂഹത്തിൽ ഇതിനെക്കുറിച്ച് വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. സന്ദീപ് റെഡ്ഡി വങ്ക സംവിധാനം ചെയ്യുന്ന സ്പിരിറ്റ് എന്ന ചിത്രത്തിലൂടെ പ്രഭാസ് ഒരു നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. തീവ്രമായ കഥ പറയുന്നതിന് പേരുകേട്ട വങ്കയുമായുള്ള ഈ സഹകരണം വിജയിച്ചാൽ ബാഹുബലിക്ക് ശേഷമുള്ള പ്രഭാസിന്റെ കരിയറിനെ അത് പുനർനിർവചിക്കും. ശരിയായ കഥയും മികച്ച സംവിധായകനും ഒത്തുചേർന്നാൽ
പ്രഭാസ് ഇന്നും അജേയനാണെന്ന് ഈ സിനിമയ്ക്ക് തെളിയിക്കാൻ സാധിക്കും.